ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള വീഡിയോസിൽ നമ്മൾ UK ഒരു വീട് മേടിക്കാനായിട്ടുള്ള പല പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ട്രിക്സും എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, അതന്നെ ഡോക്യുമെന്റ്സ്, ഫണ്ട് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും, എത്ര % ഡിപ്പോസിറ്റ് കൊടുക്കാൻ പറ്റും, നിങ്ങൾ എവിടെയൊക്കെ സെർച്ച് ചെയ്യണം, വീട് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്, അതന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് നോക്കേണ്ടത്, ഏരിയ, ആ ഏരിയയിലുള്ള നിങ്ങൾക്ക് ഡിറ്റാച്ച്ഡ് ആണോ സെമി ഡിറ്റാച്ച്ഡ് ആണോ അതോ ഫ്ലാറ്റ്സ് ആണോ നോക്കേണ്ടത്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് ചെയ്യുന്നതിനാണെങ്കിലും ഞാൻ പറയുന്നത് ഇൻസ്റ്റയിൽ നമുക്കൊരു മെസ്സേജ് ഇടുവാണെങ്കിൽ നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ തന്നെ റിപ്ലൈ ചെയ്യാം. അപ്പം നമ്മൾ ഇതുവരെ നമ്മുടെ ഹോം ടൂറും കാര്യങ്ങളും ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഫർണിച്ചേഴ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല. 3 മാസമാണ് ഇവിടെ ഒരു. സോ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ഫർണിച്ചർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫർണിച്ചർ വെയർ ഹൗസും കാര്യങ്ങളും എടുക്കുകയാണെങ്കിൽ ഒക്കെ ഫൈൻ, റെഡിമെയ്ഡ് സ്റ്റോക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ വേറൊരു DFSO അല്ലെങ്കിൽ സോഫോളജിയോ അങ്ങനത്തെ നമുക്കൊരു പെർട്ടിക്കുലർ സോഫ ഇഷ്ടപ്പെട്ട് അതേപോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കുവാണെങ്കിൽ മിനിമം ഒരു 3 months വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 12 weeks. സോറി 12 weeks, 3 months. 12 അതന്നെ കറക്റ്റ്. അപ്പം ഞാൻ ഇടയ്ക്ക് സോറി. അപ്പം 12 weeks എങ്കിലും മിനിമം വെയിറ്റിംഗ് ഉണ്ട്. ഏത് കടയിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾ YSSലോ അല്ലെങ്കിൽ ഏത് മേജറായിട്ടുള്ള കടയിൽ പോയി കഴിഞ്ഞാലും ഒരു 3 months വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് നമ്മൾ അത്രയ്ക്കും ഹെഡായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തില്ല. നമ്മൾ വീടിന്റെ കീ കിട്ടിക്കഴിഞ്ഞിട്ടാണ് കുറേ ഫർണിച്ചർ ബുക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അത് നമ്മുടെ സൈഡിൽ നിന്നുള്ള തെറ്റാണ്, പക്ഷെ നമ്മൾ അത്ര കോൺഫിഡൻറ്റും അല്ലായിരുന്നു. അതന്നെ ലാസ്റ്റ് കീ കിട്ടണം വരെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ കൈ കീ കിട്ടുമോ ഇല്ലയോ എന്താന്നുള്ളൊരു അപ്ഡേറ്റ് ഇല്ലല്ലോ, അതുകൊണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. അപ്പം ഈ മിസ്റ്റേക്ക് നമ്മൾ ചെയ്തു. അപ്പം നിങ്ങൾ ഈ മിസ്റ്റേക്ക് ചെയ്യാതിരിക്കാനും പിന്നെ വേറെ എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്യേണ്ട എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം പ്ലീസ് ആസ്ക് യുവർ ഡൗട്ട്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ആസ്ക് അസ്. നമുക്ക് അറിയുന്നതെല്ലാം ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ പുതിയതായിട്ട് വീട് വാങ്ങിക്കണവർക്കൊക്കെ ഇതൊരു യൂസ്ഫുൾ വീഡിയോസ് ആയിരിക്കും എന്നാ തോന്നുന്നു. യൂസ്ഫുൾ വീഡിയോസിൻ്റെ ഒരു സീരീസ് ആയിരിക്കും, ലൈക്ക് ഐ ഹോപ്പ് സോ. അപ്പം അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.